നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തുറമുഖം നാടിന് സമർപ്പിക്കും എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കയറ്റുമതി ഇറക്കുമതി തുറമുഖമാകുന്നതോടെ സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്, മാരിടൈം, തൊഴിൽ മേഖലകളിൽ കുതിപ്പുണ്ടാകും. ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം ഇന്ത്യയുടെ വാണിജ്യ കവാടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നാൾവഴികൾ നോക്കിയാൽ 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞത്ത് ട്രയൽ റൺ തുടങ്ങിയത്. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും ആരംഭിച്ചു. ഇതുവരെ 263 കപ്പലുകൾ എത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ നീക്കം 5 ലക്ഷം കടന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ പ്രതിവാര ജേഡ് സർവീസും വിഴിഞ്ഞത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകാമെന്നേറ്റിരുന്ന 817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടും നിരവധി ആശങ്കകൾക്ക് ശേഷം നിബന്ധനകളോടെ അനുവദിക്കപ്പെട്ടു. തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം ഉയരുകയാണ്. 2034 മുതൽ സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുന്ന തരത്തിലാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വളരെ നേരത്തെ 2028 തുറമുഖത്തിന്റെ 4 ഘട്ടങ്ങളും പൂർത്തിയാക്കും. അടുത്ത ഘട്ടം പൂർത്തിയാക്കുമ്പോൾ തന്നെ പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നർ ശേഷി വിഴിഞ്ഞം കൈവരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിൽ ഒന്നായ MSCയുടെ തുർക്കിയെ കഴിഞ്ഞ നാളുകളിൽ വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്തത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച വാർത്തയായിരുന്നു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖമായി വിഴിഞ്ഞം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊളംബോ, UAE എന്നിവിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന മദർഷിപ്പുകൾ വിഴിഞ്ഞത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. 40 വർഷ കരാർ കാലയളവിൽ 2,15,000 കോടിയാണ് പ്രതീക്ഷിക്കുന്ന വരുമാനം. 48,000 കോടി സംസ്ഥാനത്തിന് വിഴിഞ്ഞത്തു നിന്നും ലഭിക്കും. വിഴിഞ്ഞത്തിന്റെ അടുത്ത ഘട്ടങ്ങൾക്കായി 20,000 കോടിയുടെ പദ്ധതികളാണ് അദാനി കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള ബങ്കറിംഗ് യൂണിറ്റ്, ക്രൂസ് ടെർമിനൽ എന്നിവയൊക്കെ ഭാവിയിൽ നിർമ്മിക്കും. വിഴിഞ്ഞത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടന്നുവരികയാണ്. 22 മുൻഗണനാ വ്യവസായങ്ങളാണ് വിഴിഞ്ഞത്തെ കേന്ദ്രീകരിച്ച് ശ്രദ്ധ നൽകപ്പെടുന്നത്. ഇപ്പോൾ ചരക്കു നീക്കത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളിൽ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിഴിഞ്ഞം 1ാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഒരു മാസം 1 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കരമാർഗം, അതായത് റോഡ്, റെയിൽ മാർഗമുള്ള ചരക്കു നീക്കത്തിന്റെ കാര്യത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേക്ക് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതും അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡ് ആണ് എങ്ങുമെത്താതെ നിലനിൽക്കുന്നത്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പ്രഖ്യാപിച്ച ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികളിൽപ്പെട്ട് മന്ദഗതിയിലായിരിക്കുകയാണ്. വിഴിഞ്ഞം അടിസ്ഥാനമാക്കി ഭൂമി ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ഇപ്പോൾ നടക്കുന്ന കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് എന്ന ട്രാൻസ്ഷിപ്മെന്റ് കൊണ്ട് കരാർ കമ്പനിക്കുണ്ടാകുന്ന നേട്ടം കരമാർഗമുള്ള ചരക്കു നീക്കം തുടങ്ങുന്ന വേളയിലെ സംസ്ഥാനത്തിനും ഗുണകരമായി തീരുകയുള്ളൂ. തുറമുഖവുമായി ചേർന്ന് വെയർഹൌസ് കോംപ്ലക്സുകൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, കോൾഡ് ക്യൂൾ ചെയിനുകൾ, കണ്ടെയ്നർ റിപ്പയറിംഗ് യാർഡുകൾ, കപ്പൽ അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുവാനുള്ള സംവിധാനം, റോഡ്, റെയിൽ ചരക്കു നീക്കം, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഇവയെല്ലാം ചേരുമ്പോൾ മാത്രമേ മദർ പോർട്ട് കൊണ്ടുള്ള നാടിന്റെ വളർച്ച പൂർത്തിയാകുകയുള്ളൂ. വൻകിട, ചെറുകിട ഉപകരണ അസംബ്ലിംഗ് യൂണിറ്റുകൾ, ഭക്ഷ്യവസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയെല്ലാം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കയറ്റുമതിയിൽ വരുന്നവയാണ്. വിഴിഞ്ഞത്തു നിന്നും ചരക്കു നീക്കം ആരംഭിക്കുന്നതോടെ 35 ദിവസം കൊണ്ട് അമേരിക്കയിലേക്കും 22 ദിവസം കൊണ്ട് യൂറോപ്പിലേക്കും കയറ്റുമതി നടത്തുവാൻ സാധിക്കും എന്നാണ് കണക്ക്. വളരെയധികം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ട് അങ്ങനെ വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന്റെ ഭാഗമായി മാറുവാൻ പോകുന്ന വേളയിൽ ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെട്ട് മറ്റെല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.